ഹായ്! കൃഷിഭവനിൽ നിന്നും കിട്ടിയ തൈകളുടെ വളർച്ചയും എൻ്റെ ഓണക്കാല കൃഷിക്കാഴ്ചകളും കാണാം. എല്ലാവർക്കും പൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് വെണ്ട തൈകളാണ്. നല്ല വലിപ്പമുള്ള വെണ്ടയ്ക്കയാണ് കേട്ടോ. ആനക്കൊമ്പനൊന്നുമല്ല, സാധാരണ വെണ്ടയ്ക്കയാണ്. പക്ഷെ നല്ല വലിപ്പമുണ്ട് കാണാനായിട്ട്. ഇതിൽ നിന്ന് ഞാൻ വിളവെടുത്തതാണ് കേട്ടോ കുറച്ച്. കാരണം വെണ്ടത്തൈകൾ പെട്ടെന്ന് വളരുകയും പെട്ടെന്ന് വിളവ് തരികയും ചെയ്യും. അപ്പോൾ അതിന് ശേഷവും ഇതിൽ ഉണ്ടായി വരുന്നതാണ് ഈ കാണുന്നത്. വെണ്ടക്കൃഷി നമുക്ക് ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാം. നന്നായിട്ട് തന്നെ വിളവ് കിട്ടും. ചെറിയ ഒരു പരിചരണം ചെയ്തു കൊടുത്താൽ മാത്രം മതിയാവും. അടുത്തത് തക്കാളി തൈകളാണ്. കണ്ടില്ലേ, നിറച്ച് കായ പിടിച്ചിട്ടുണ്ട്. നല്ല മഴയായിരുന്നുവെങ്കിലും കിട്ടിയ 5 തക്കാളി തൈകളും നന്നായിട്ട് തന്നെ വളർന്ന് നന്നായിട്ട് തന്നെ കായ പിടിച്ചിട്ടുണ്ട്. ഈ നല്ല മഴയുള്ള സമയത്ത് തക്കാളി തൈകൾ വളരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിൽ തന്നെയും നല്ല രീതിയിൽ തന്നെ ഒരു തൈ പോലും നഷ്ടമാവാതെ എനിക്ക് കായ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഞാൻ വിളവൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പഴുത്ത് വരുന്നതേ ഉള്ളൂ, പഴുത്തിട്ടില്ല. ഓണം ആകുമ്പോഴേക്കും നല്ല വിളവെടുക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നല്ല രീതിയിൽ തന്നെ കായ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഒരുപാട് സന്തോഷം. നല്ല മഴയായതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു തക്കാളി പിടിക്കുമോ എന്ന്. പക്ഷേ ഇല്ല, നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടിയിട്ടുണ്ട്. ഓണം ആവുമ്പോഴേക്കും തക്കാളിയുടെ വിളവെടുക്കാം. വളരെ കുറച്ച് വളങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് ആ ചട്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിൽ എന്തുമാത്രം മണ്ണുണ്ടെന്ന്. അടുത്തത് പച്ചമുളകാണ്. കണ്ടില്ലേ, നിറച്ച് കായ പിടിച്ചിട്ടുണ്ട്. ചെറിയൊരു തൈയാണെങ്കിൽ പോലും നിറച്ച് കായ പിടിച്ച് കിടപ്പുണ്ട്. ഇതിൽ നിന്നും ഞാൻ വിളവെടുത്തിട്ടുണ്ട്. കാരണം പച്ചമുളക് വിളവാകുമ്പോൾ തന്നെ നമ്മൾ പൊട്ടിച്ചെടുക്കണം. എന്നാലേ അടുത്തത് പെട്ടെന്ന് പൂവിടുകയും കായ് പിടിക്കുകയും ചെയ്യുകയുള്ളൂ. ചെറിയ തൈകളാണ്. കണ്ടില്ലേ, പച്ചമുളകിൻ്റെ നീളം കണ്ടില്ലേ. ഈ പച്ചമുളകും 5 തൈകളാണ് എനിക്ക് കിട്ടിയത്. 5 തൈകളും തന്നെ ഒരു കുഴപ്പവുമില്ലാതെ നല്ല രീതിയിൽ തന്നെ വളർന്ന് കായ പിടിച്ചിട്ടുണ്ട്. ഈ മഴയായതുകൊണ്ട് കളകൾ ഇഷ്ടംപോലെ വളർന്നു വരും. അതൊക്കെ നമ്മൾ പറിച്ച് മാറ്റണം. പിന്നെ ഈ പച്ചമുളകിന് ഇതുവരെ കുരുടിപ്പൊന്നും വന്നിട്ടില്ല. വരും, പച്ചമുളക് തൈയാണെങ്കിൽ കുരുടിപ്പ് വരും. എന്നാലും നല്ല മഴയുള്ളത് കൊണ്ടായിരിക്കും കുരുടിപ്പ് ഇതുവരെ ബാധിച്ചിട്ടില്ല. അപ്പോൾ ഈ 4 എണ്ണമാണ് ഇവിടെ ഇരിക്കുന്നത്. 5ാമത്തെ തൈ ഇതാണ്. ഇത് വേറൊരു ഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലും നിറച്ച് കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറേ പൂക്കൾ ഇട്ട് വരുന്നുണ്ട്. അടുത്തത് വഴുതന തൈകളാണ്. വഴുതന മറ്റുള്ളതുപോലെ പെട്ടെന്ന് തന്നെ വളർന്ന് കായ പിടിക്കില്ല. എന്നാലും ദേ പൂക്കളൊക്കെ ഇട്ട് വരുന്നുണ്ട്. നല്ല വളർച്ചയുണ്ട് കേട്ടോ. ഇതിൽ ഒരെണ്ണം കായ പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കായ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇത് വഴുതന വയലറ്റ് കളറാണ് കേട്ടോ. വയലറ്റ് കളറാണ്, കണ്ടില്ലേ. പക്ഷേ നല്ല വളർച്ചയുണ്ട്. പെട്ടെന്ന് തന്നെ കായ പിടിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഓണത്തിന് മുമ്പായിട്ട് കായ പിടിക്കും. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയ തൈകൾ. ഓരോ പച്ചക്കറിയും 5 വീതം കിട്ടി. 5ഉം നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതല്ല, ഞാൻ തൈ മേടിച്ച് നട്ടതാണ്. ഇത് നടുന്നതും നടുന്നതും മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെയാണ് ഞാൻ ഇതിനെ വളർത്തിയത്. എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഇതാ കിടക്കുന്നത് ഇടയിൽ എങ്ങനെയോ വളർന്നു വന്ന ഒരു പാവക്ക തൈയാണ്. പിന്നെ പാവക്ക എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ വലിയ കെയറൊന്നും കൊടുത്തിട്ടില്ല. എന്തായാലും ഒരെണ്ണം ഉണ്ടായി കിടപ്പുണ്ട്. പിന്നെ ഈ കാണുന്നത് ചുവന്ന വെണ്ടയാണ്. കണ്ടില്ലേ, ഇതാണ് ചുവന്ന വെണ്ട. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഈ വെണ്ട നമ്മൾ പ്രൂൺ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുപാട് നാൾ നിലനിൽക്കും, ഒരുപാട് വിളവും തരും കേട്ടോ. പിന്നെ ഇതൊരു വഴുതനയാണ്. പിന്നെ ഇത് നശിഞ്ച് തുടങ്ങിയ ഒരു വഴുതനത്തൈയാണ്. ഒരുപാട് നാളത്തേതാണ് കേട്ടോ, എന്നാലും കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഒരുപാട് വിളവൊക്കെ തന്ന് കഴിയാറായ ഒരു പയർച്ചെടിയാണ്. ഞാൻ പുതിയ വിത്തുകളൊക്കെ ഇട്ട് അത് മുളച്ച് വന്നിട്ടുണ്ട്. എന്നാലും ഇതിലും അത്യാവശ്യം കായ്കളും പൂക്കളുമൊക്കെ ഉണ്ട്. ഇത് വയലറ്റ് കാന്താരിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കൃഷി സ്ഥലത്തെ കൃഷിക്കാഴ്ചകൾ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.